Hi guys. എന്തായാലും ഇതൊക്കെ സിമ്പിളല്ലേ എടുത്തു തന്നത്. സിമ്പിള് മാവനല്ലേ ഇത്? മാവ് കഴിഞ്ഞ് മാവിലെ കൊമ്പ് കൊമ്പ് അതാണോ? അല്ലടി കുത്തു നമ്മ എങ്ങനെ. എല്ലാവർക്കും ഡെയിലി ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ഗസ് ദ സോങ്, അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പിക്ചർ എന്തായാലും മനസ്സിലാവാതെ വിചാരിക്കുന്ന എല്ലാവർക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. കടക്കണ്ണി മശ്ശേരി താത്ത പോയി. അതെന്താ അത് നീ മനസ്സിലാക്കി പോണം. ഐ തിങ്ക് അതൊരു എതള് തോറ്റ. ഇത് നമ്മളുടെ മറ്റേ പാട്ടില്ലേടി, മറ്റേ പാട്ടില്ലേ, നോക്കട്ടെ. ആ, കടമിഴിയിൽ കമലദളം, കമല 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 സുരയില്ലേ, അതാണ്. യെസ്. ഓ അവിടെ പോയി ചാൻസ് ഉള്ള. ഓക്കെ, നെക്സ്റ്റ് എന്നാ എടുക്കും. ഇനി ഞാൻ ഇതെനിക്ക് അറിയായിരുന്നു. ഞാൻ നിൽക്കുന്ന സിമ്പിളല്ലേ എടുത്തു തന്നത്. സിമ്പിള്. നീ ഇത് കാണി. ഇത് ക്ലൂ തരാൻ പറ്റുമോ? ഞാൻ ക്ലൂ തരാം. ക്ലൂ ഫസ്റ്റത്തെ തന്നില്ല. അത് നീ ചോദിക്കാത്തല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യം, എനിക്ക് കിട്ടിയ ഞാൻ തിരിച്ചരുള്ളൂ. ഇത് മറ്റേ ചേരാൻ ഇരിക്കണ മതില്ലേ ഫ്രണ്ട്സില്, ആ സമയത്ത് ഓട്ടണം നീ. ആടി തൊട്ടുരുമീരിക്കാൻ കൊതിയായി. ഓക്കെ ഓക്കെ. അമ്പലത്തില് തട്ടു. അത് ഇത് നീ മനസ്സിലാക്കില്ല. നീ മമ്മ എന്നാ പറയുന്നത്. മൊയന്ത് ഇത്ര എളുപ്പമുള്ളതാണ്, ഇത്ര എളുപ്പമുള്ളത്. അയ്യോ, താമരക്കുരുവിക്ക് തട്ടു. ഞാൻ തട്ടിട്ടുണ്ട്. എനിക്കൊരു മാർക്കട്ടാ. 1-0. കടൽ കാറ്റ്. കടൽ കാറ്റ്. ഞാൻ ഹൃദയമായി ഉറങ്ങി. കടൽ കാറ്റ്, കടൽ കാറ്റിൽ ഞാൻ ഉറങ്ങുന്നു. കടൽ കാറ്റാണ്. കേട്ടുള്ള ഇത്രയും പാടുകളൊന്നും എനിക്ക് കിട്ടില്ല. കടൽ കാറ്റിൻ നെഞ്ചിൽ, കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. അതല്ല. മാമ്പഴപ്പെണ്ണേതാ? സുഖല്ലേ? നല്ല സുഖം. കിട്ടോ? ഇല്ല. അന്നടക്ക്. ചക്കരമാവിന്റെ കൊമ്പ്, ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ. കൊമ്പെവിടെ? ഇത് കൊമ്പ് നീ കണ്ടില്ലേ? കൊമ്പ് കൊമ്പ്. ചക്കര മാവ് കഴിഞ്ഞ് മാവിലെ കൊമ്പെവിടെ? കൊമ്പ് കാണിക്കണം. ചക്കര മാവിന്റെ കൊമ്പത്തിരിക്കുന്ന മാമ്പഴം. പിന്നെ മാവിന്റെ എവിടെയാണ് ഇരിക്കുന്നത്? കൊമ്പിലല്ലാണ്ട് പിന്നെ വേരിലാണോ വാങ്ങിയിരിക്കുക? വേരിലാണോ? മാവ് കഴിഞ്ഞു. മാവ് ഫോട്ടോ മാത്രമേ ഉള്ളൂ, കൊമ്പ് കാണിക്കണം. കൊമ്പ് പുറത്തപ്പുറത്തേക്കാരും ഉണ്ടാകും. ഇയാൾ പോയിട്ട് കൊമ്പ് നോക്കി. നമുക്ക് അതിന്റെ അടുത്ത് നോക്കാം. ഇവൾക്ക് പൊട്ടത്തി ഒന്നും മനസ്സിലായിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. ഞാൻ തന്നെ കുറെ കണ്ടെടുത്തിട്ടുണ്ട്. ഒന്നാമല കറി പോവേണ്ടേ, അവിടെ ചാടേണ്ടേ. ഇങ്ങനല്ലേ? അതിങ്ങനല്ലടാ. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലകുത്തി ചാടേണ്ടേ. ഞാൻ വിചാരിച്ച് ഇത് പെട്ടത് കിട്ടൂല. അത് അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധി പോയിട്ടൊന്നും കിട്ടില്ല. ബുദ്ധിയില്ലെന്ന് മനസ്സിലായി. ഹലോ മിസ്റ്റർ ഗൈസ്, 4ാമത്തെ റൗണ്ട്.
വാശിയേറിയ മത്സരത്തിൽ ഇതാ ഇപ്പൊ ഞങ്ങള് അടുത്തതായി ഒന്നേ ഇതില് എന്താ പറയാ അതില് നിന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കാതിലോലന ഒരു കാതിലോലന കണ്ടീല സത്യം പറഞ്ഞാലോ ഇത് നോക്കിയപ്പോ ഈ പാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ട് നടക്കായിരുന്നു. വെറുതെ പാടിക്കൊണ്ട് നടക്കായിരുന്നു ഞാൻ ഈ പാട്ട്. എനിവേ നെക്സ്റ്റ് എന്റെ പൂവേ പൊലി പൂവേ വലി പൂവേ ഇതിനകത്തൊരു പാട്ട് പാടണോടി. അതാണോ? അയ്യോള് മുന്നില് പാട്ട് പാടി. അയ്യോ ഞാൻ മറന്നല്ല. പൂവേ പൊലി പൂവേ പൂവ് ഓറഞ്ച് സ്മെല്ലാണ് മണാണ് ഉദ്ദേശിക്കുന്നത്. നിനക്ക് കിട്ടില്ല. കിട്ടും. ഇല്ല. ഇതിനകത്ത് പാടി പാട്ടല്ലേ? ഇല്ല. പൂവേ 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 വിട്ടന്നേക്കണം. പൂവേ പൂവേ പാലപ്പൂ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ. ഞാൻ വിട്ടാന്നോണ്ട് പുള്ളി ജയിച്ചിരിക്കുന്നു. 2-1. അല്ലേലും ഞാൻ ഇതൊന്നും പിടിച്ചെടുക്കാൻ കഴിയൂല സോണി. അതിനൊക്കെ കറക്റ്റ് റേഞ്ച് വേണം. ഇതൊക്കെ കുട്ടിക്കളികളാണ്. ഇതൊക്കെ കുട്ടിക്കളികൾ. ഞാൻ കുറച്ചും കൂടെ ഹൈ ലെവലിലേക്ക് കളിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കുട്ടികളുടെ കളിയാണ്. എനിക്ക് അങ്ങനത്തെ ചെറുതായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഞാന് വലിയ വലിയ ചിന്തകളൊക്കെ പോവുള്ളൂ. കുറച്ച് ബുദ്ധി കൂടി അങ്ങനെയൊക്കെ ഉള്ളവർ. പൂവേ 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 അങ്ങനത്തെ ചിന്തകളൊക്കെ പോകുള്ളൂ. നമ്മൾ ഇന്നത്തെ പരിപാടിയോടെ കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ പരിപാടിയോടെ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.